ബയോളജിയിലെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയ ഏതാ? ഡയഗ്രാംസും അതിനോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആണല്ലേ. ഒരു 7ാം ക്ലാസ്സുകാരൻ, ഒരു 8ാം ക്ലാസ്സുകാരനൊക്കെ ഈ ഡയഗ്രാംസും അതിനോട് അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളും എങ്ങനെ ഈസി ആയിട്ട് ഓർത്ത് വയ്ക്കാം നമുക്കൊന്ന് നോക്കിയാലോ. ഇത് കണ്ടോ, ഒരു 7ാം ക്ലാസ്സുകാരൻ പ്രിപ്പയർ ചെയ്ത അവന്റെ ഒരു ചെറിയ നോട്ട്ബുക്ക്, ഒരു ഹാൻഡ് ബുക്ക് എന്നൊക്കെ പറയാം. ഇതിന്റെ അകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന സിസ്റ്റം, അതായത് ഡയഗ്രാംസ് അല്ലെ. റെസ്പിറേറ്ററി സിസ്റ്റം ഉണ്ട്, ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്. ഇതെല്ലാം എന്ന് പറയുന്നത് 7th സ്റ്റാൻഡേർഡ് ആണെങ്കിലും 8th സ്റ്റാൻഡേർഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും അവർക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് പഠിക്കാനുള്ള കുറെ സിസ്റ്റംസ് ആണ്. അപ്പൊ ഈ കുട്ടി ചെയ്തിരിക്കുന്നത് നോക്കിക്കേ, റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ഫിഗർ വരച്ചിട്ടുണ്ട്. അതിൽ അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ, അതായത് ബ്രീത്തിങ്ങിന്റെ മെക്കാനിസം എങ്ങനെയാണെന്ന് അവൻ എഴുതിയിട്ടുണ്ട്. ഇനി നോക്കിയേ, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഒരു ഫിഗർ വരച്ചിട്ട് കൃത്യമായിട്ട് അത് എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ നോക്കാം ഓരോ സിസ്റ്റങ്ങളും, സ്കെലറ്റൽ സിസ്റ്റം, ഇവിടെ നോക്കിക്കേ, നെർവസ് സെൽ അല്ലെങ്കിൽ നെർവ് സെൽ, ഒരു ന്യൂറോൺ എല്ലാം റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വരച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം മാർക്ക് ചെയ്ത് വെക്കാം. നോക്കി, ഇപ്പൊ അവനത് ടീച്ചറെ കൊണ്ട് കറക്റ്റ് ചെയ്ത് മേടിച്ചിട്ടുണ്ട്. അപ്പൊ വൺസ് ഇത് മാർക്ക് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം തരത്തിലുള്ള തെറ്റുകൾ വന്നിട്ടുണ്ടോ അതെല്ലാം നമുക്ക് ടീച്ചറുമായിട്ട് കറക്റ്റ് ചെയ്ത് മേടിച്ചിട്ട് ഇങ്ങനെ ഒരു ഹാൻഡ് ബുക്ക് നിങ്ങൾ കീപ്പ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യില്ല, പരീക്ഷയ്ക്ക് ഈ ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾ മറന്നു പോവില്ല. കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉത്തരങ്ങൾ എഴുതാനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള കൂടുതൽ ടിപ്സിനായിട്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ പേജ് ഫോളോ ചെയ്യും.